ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് മുരിങ്ങാപ്പൂ കൊണ്ടുള്ള തോരനാണ്. സാധാരണ നമ്മൾ മുരിങ്ങയില കൊണ്ടൊക്കെ തോരൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് മുരിങ്ങാപ്പൂവാണ്. ഒരു വലിയ കൊമ്പൊടിഞ്ഞ് വീണപ്പോൾ കിട്ടിയതാണ്. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ മുരിങ്ങാപ്പൂ നിലത്ത് വീണ് എടുത്ത് തോരൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ചവർപ്പൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റ്, കയ്പ്പും ചവർപ്പും ഒന്നും ഇല്ലാത്തൊരു ടേസ്റ്റാണിതിന്. അതിനായിട്ട് ഒരുവിധം നന്നായിട്ട് മുരിങ്ങാപ്പൂ കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊന്ന് ആദ്യം തന്നെ കമ്പിയിൽ നിന്ന്, അതിൻ്റെ ചില്ലക്കമ്പിയിൽ നിന്ന് ഇടർത്തിയെടുക്കുകയാണ്, കട്ട് ചെയ്തെടുക്കുക. അതിന് ഞെട്ട് ഒരുപാട് കളയേണ്ട ആവശ്യമില്ല. എന്തായാലും പൂ മാത്രമായിട്ട് ഒരുക്കിയെടുക്കുകയാണ് ഇവിടെ. ഈ പൂ കാണാനും നല്ല ഭംഗിയാണ്. മുല്ലപ്പൂ പോലെ തന്നെ ഇരിക്കും. പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് കഴുകി വാരിയെടുക്കുന്നുണ്ട്. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, കാര്യം കമ്പിയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും നിലത്ത് വീണിട്ടില്ല എന്നുണ്ടെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകി വാരിയെടുക്കുന്നുണ്ട്. വെള്ളം തോർത്തിയെടുക്കണം നന്നായിട്ട്. ഒരുപാടൊന്നും വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല അതിന് തോരൻ വെക്കാനായിട്ട്. സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും വയ്ക്കുക. കുറച്ച് തേങ്ങ മതി, ഒരു അല്പം തേങ്ങ, ചിരണ്ടിയ തേങ്ങ, പിന്നെ കുറച്ച് ഒരു 1/4 ഭാഗം സവാള, പിന്നെ ഒരു പച്ചമുളക്. കാരണം ഇത് വളരെ ക്വാണ്ടിറ്റി കുറവാണ്. നമ്മൾ വെന്ത് വരുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. പൂവായിട്ട് ഇങ്ങനെ വിടർന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. അരയണ്ട, ചതച്ചെടുത്താൽ മതി, സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് പോലെ. ഇനി ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഒരല്പം അരി, അതായത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി, ഒരു 3-4 അരി ഇടുന്നുണ്ട്. അത് ഒരു നാടൻ സ്റ്റൈലാണ്. നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ ആദ്യം അരിയാണ് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കടുകിടുന്നത് ഇതിനകത്ത്. പിന്നെ സാധാരണ പോലെ കൊല്ലമുളക്, ചുവന്ന മുളക്, കറിവേപ്പില. അരി നന്നായിട്ട് പൊരിഞ്ഞു വന്നിരിക്കുന്നതാണ് കാണുന്നത്. ഇനി അതിലേക്ക് ഈ പൂവിടുക, നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഉപ്പൊക്കെ വളരെ കുറച്ച് മതിയാകും. കാരണം പറഞ്ഞല്ലോ, ഇത് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും കിട്ടുക നമുക്ക്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൊണ്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് മതിയാവും. ഒരു 5 മിനിറ്റ് സിമ്മിലിടുമ്പോഴത്തേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഇത് നല്ല ടേസ്റ്റാണ്. മുരിങ്ങാപ്പൂ കിട്ടാൻ ചാൻസ് ഉള്ളവർ, കിട്ടുന്നുള്ളവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക.